സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകാരോഗ്യ സംഘടനയുടെ എംപവർ തന്ത്രത്തിന് കീഴിൽ പുകയില വിരുദ്ധ സംരംഭങ്ങൾക്ക് 2025 ജൂണിൽ ഇന്ത്യക്ക് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരം ഏത്? ബ്ലൂംബർഗ് ഫിലാന്ത്രോപ്പിസ് അവാർഡ്. 2025 ജൂണിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി സംവിധാൻ ഹത്യാ ദിവസ് ആയി പ്രഖ്യാപിച്ച തീയതി ജൂൺ 25. 2025 ജൂണിൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ചെറുപയർ, ഉഴുന്ന്, വേനൽക്കാല പയർ എന്നിവയുടെ സംഭരണത്തിന് കേന്ദ്ര സർക്കാർ ഏത് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് അംഗീകാരം നൽകിയത്? പ്രൈസ് സപ്പോർട്ട് സ്കീം. 2025 ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല. അന്താരാഷ്ട്ര പൊട്ടറ്റോ സെന്ററിന്റെ ദക്ഷിണേന്ത്യൻ മേഖലാ കേന്ദ്രം ഏത് ഇന്ത്യൻ നഗരത്തിലാണ് സ്ഥാപിക്കുന്നത്? ആഗ്ര. 2025 ജൂണിൽ നടന്ന ഏത് അന്താരാഷ്ട്ര അത്ലറ്റിക് മത്സരത്തിലാണ് നീരജ് ചോപ്ര ജാവ്ലിനിൽ സ്വർണ്ണ മെഡൽ നേടിയത്? ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക്. 2025 ജൂൺ 24 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിസംബോധന ചെയ്ത എക്സിം ബാങ്ക് സംഘടിപ്പിച്ച ട്രേഡ് കോൺക്ലേവ് 2025 ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? വികസിത ഭാരതത്തിനായി കയറ്റുമതി അധിഷ്ഠിത വളർച്ച കെട്ടിപ്പടുക്കുക. 2029 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റന്റെ ഓർബിറ്റൽ പോഡ് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഡാംഗെറ്റി ജാനവി. അടുത്തിടെ പുറത്തിറങ്ങിയ ഗ്ലോബൽ ടുബാക്കോ എപ്പിഡമിക് 2025 റിപ്പോർട്ട് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോകാരോഗ്യ സംഘടന. 2025 ജൂണിൽ സെൻട്രൽ സോണൽ കൗൺസിലിന്റെ 25ാമത് യോഗം നടന്ന നഗരം ഏത്? വാരണാസി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.